ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനെ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ? ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ? ഭൂതലെ ഞാനൊരു അന്യനല്ലോ, യാത്ര ചെയ്യോ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ, യാത്ര ചെയ്യോ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? പൊൻകരം നീട്ടി താങ്ങണമേ യേശു നായക. പൊൻകരം നീട്ടി താങ്ങണമേ യേശു നായക. നിൻ തിരുമാറിൽ ചാരുവോളം ഈ നിൻ ദാസനെ. നിൻ തിരുമാറിൽ ചായുവോളം ഈ നിൻ ദാസനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? എന്നു കാണുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. അത് ഒരു ദൈവപേരൻ്റെ പ്രതീക്ഷയാണ് കർത്താവിൻ്റെ തേജസ്സേറിയ മുഖം കാണുക എന്നുള്ളത്. ഈ ഭൂമിയിലെ നിന്ദയും പരിഹാസവും വേദനയും മാറുക എന്നുള്ളത് ഒരു ദൈവപേരൻ്റെ പ്രതീക്ഷയാണ്. അത് കർത്താവിൻ്റെ മുഖം കാണുന്ന ആ ശോഭനമായ നല്ല ദിവസത്തിലാണ്. ഭാരവും പ്രയാസവും ഏറുമ്പോൾ കർത്താവിൻ്റെ മുഖം തേടി ചെന്ന് അഭയം പ്രാപിക്കും. കാരണം അവൻ നമ്മുടെ പൊന്നുനാഥനാണ്. അവൻ നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അവൻ നമ്മുടെ ജീവൻ്റെ ജീവനാണ്. അവനെ കാണുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം, ശാശ്വതമായ ഒരു ഭൂമി, ഒരു പാർപ്പിടം നമുക്കിവിടില്ല. നാം ഈ ഭൂമി പാഴും ശൂന്യമായ ഈ മരുഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് ശാശ്വതമായ ഒരു പാർപ്പിടമില്ല. ഇവിടെ ഭൂമിയിൽ നാം വെറും അന്യരാണ്, പരദേശികളാണ്, യാത്രക്കാരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പാട്ടുകാരൻ പറയുകയാണ്, പൊൻകരം നീട്ടി എന്നെ താങ്ങണമേ കർത്താവേ, ഞാൻ വീഴാതെ നിൽക്കുവാൻ എന്നെ നീ താങ്ങണം. യേശുനാഥനെ നിൻ്റെ മാറിൽ ചാരുവോളം ഈ നിൻ്റെ ദാസിയെ അവിടുന്ന് താങ്ങി നിർത്തണമേ. അവൻ താങ്ങിയെങ്കിലേ, അവൻ നമ്മെ സപ്പോർട്ട് ചെയ്തെങ്കിലേ, അവൻ്റെ കരത്താൽ നമ്മെ വഹിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. നാളുകളായി കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ പാടി ആരാധിക്കുന്ന ഒരു മനോഹരമായ പാട്ടാണ്. വളരെ വേദനയുടെ ആ സാഹചര്യങ്ങളിൽ ഈ പാട്ട് പാടി കർത്താവിൽ ആശ്വസിക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഇനിയും കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിശ്വാസം കൂടാതെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവവചനത്തിലെ അമൂല്യമായ അനേക നന്മകൾ നാം പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ദൈവം നൽകുന്ന ദാനമാണ് എന്ന് വിശ്വസിച്ച്, അവൻ്റെ അവകാശമാണെന്ന് വിശ്വസിച്ച്, അതിനുവേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നു. പിന്നെ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് കൊണ്ട്, അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ വേണ്ടി അവനിൽ വിശ്വസിച്ച് തന്നെത്താൻ സമർപ്പിക്കുന്നത് കൊണ്ട് വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. 7 അടിസ്ഥാന ഉപദേശങ്ങൾ സത്യത്തിൽ വിശ്വാസത്താലാണ് നാം അനുഭവസ്ഥമാക്കുന്നത്. വിശ്വാസമാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിത്തറ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ചാൽ വലിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ, അനുഭവിപ്പാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ, ഈ മരുഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നാം ഏവരും ദൈവമക്കളായി കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ, ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. വഴിയരികെ ഇരുന്നൊരു കുരുടൻ, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിലാണ്. അവൻ്റെ കൂടെ നടന്നവരെല്ലാം അവനെ തടസ്സപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. കാരണം മറ്റൊന്നുമല്ല, കർത്താവിനെ പിശക്കാരൻ ചോദിച്ചാൽ അവൻ്റെ പണമൊന്നും കൊടുക്കാനില്ലെന്നറിയാം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരതാ ചിന്തിക്കുന്നത്, ഇവനിങ്ങനെ കരഞ്ഞാൽ യേശുവിൻ്റെ പൈസ വല്ലതും ഉണ്ടോ കൊടുക്കാൻ? അതുകൊണ്ട് അടങ്ങിയിട്ട് യേശു നിനക്കൊന്നും തരാനില്ല എന്നാ പുരുഷാരൻ ചിന്തിച്ച്, അതുകൊണ്ടാണ് അവനെ തടസ്സപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വലിയനായ കർത്താവ് അവൻ്റെ ഉള്ളിലിരിപ്പറിഞ്ഞു.
അവൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ സകല നിലവുകളെയും ചിന്തകളെയും അവനറിയാം. അവൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നവനോട് ചോദിച്ചു. ദാവീദ് പുത്രനായ യേശു കരുണ തോന്നുന്നവനാണെന്നും അവന് കാഴ്ച കൊടുക്കുവാനുള്ള കഴിവ് ഉള്ള ദൈവമാണെന്നും അവൻ വിശ്വസിച്ചു. അതാണ് വിശ്വാസം കൂടാതെ കൃപ, ദൈവ അനുഭവങ്ങൾ പ്രാപിപ്പാൻ കഴിയുകയില്ലെന്ന് വിശ്വസിച്ചു. അവന് യേശു കരുണയുള്ളവനാണെന്നും കാഴ്ച കൊടുക്കുന്നവനാണെന്നും ആ വിശ്വാസത്തെ ദൈവം മാനിച്ചു, അവന് കാഴ്ച കൊടുത്തു. വിശ്വാസം കൂടാതെ ഒരനുഭവവും അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയില്ല. കനാന്യ സ്ത്രീക്ക് എന്ത് പറ്റി? മത്തായിയുടെ സുവിശേഷം 25-21 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. അവിടെ മകളെ സൗഖ്യമാക്കണം അവൾ കർത്താവിനോട് നിലവിളിച്ചു. അവനൊരു വാക്കും പറഞ്ഞില്ല. ശിഷ്യന്മാരും അവളെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ മറുപടി വളരെ നിരാശജനകമായിരുന്നു. എന്നിട്ടും അവൾ സഹായപ്പെടുത്തിച്ചുകൊണ്ട് കർത്താവിനെ വിശ്വാസത്തോടെ നമസ്കരിച്ചു, പിൻപറ്റി. കർത്താവിൻ്റെ മറുപടി അവളെ ക്ഷീണിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. പക്ഷേ അവൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. ദൈവപൈതലേ, ആരെല്ലാം നിന്നെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കാമെന്ന് കരുതി ആരും നീ ക്ഷീണിക്കരുത്. ധൈര്യത്തോടെ വിശ്വാസത്തിൽ മുന്നേറ്. അവൾ പറഞ്ഞ മറുപടി കർത്താവിന് പ്രസാദമായി. അവളുടെ വിശ്വാസത്തെ കർത്താവ് പുകഴ്ത്തുന്നു. അവൾ ഉദ്ദേശിച്ചതുപോലെ അവൾക്ക് ലഭിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. 4 ആൾ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരൻ എന്ത് പറ്റി? അത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്കിൽ നമുക്ക് കാണാം. വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ കർത്താവിൻ്റെ കാൽക്കൽ ഇറക്കി വെച്ചു. എന്തിനാ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചത്? അത് പെരയ്ക്കകത്ത് കയറുവാൻ, യേശു ഇരിക്കുന്നിടത്ത് ഒന്ന് കയറിക്കൂടുവാൻ നിവൃത്തിയില്ലാതെ വണ്ണം ജനം തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊണ്ടുവന്നവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവനെ ഇപ്പം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, തിരിച്ചവൻ തുള്ളിച്ചാടി വരുമെന്ന് അവർക്കറിയാം. അവരൊരുമിപ്പുള്ളവരായിരുന്നു, അവരൊത്തൊരുമയുള്ളവരായിരുന്നു, അവരത്ര വിശ്വാസമുള്ളവരായിരുന്നു. പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവത്തിന് സ്തോത്രം. യേശു അവരുടെ വിശ്വാസം കണ്ട് വിശ്വാസത്തോടുകൂടി ഉള്ള അവരുടെ പ്രവൃത്തിയെ, ജോയിൻ്റായിട്ടുള്ള വിശ്വാസത്തോടുള്ള പ്രവൃത്തിയെ കർത്താവ് മാനിച്ചു. അതിൻ്റെ ഫലമോ പക്ഷപാതക്കാരൻ്റെ ദൈവം സൗഖ്യം വരുത്തി. ദൈവത്തിന് സ്തോത്രം. രക്തസ്രാവമുള്ള സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് കാണാം. ദൈവത്തിന് സ്തോത്രം. അവൾ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു. ഓ, എന്തൊരു വിശ്വാസമാണ്! ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ, യഹൂദരബിമാരുടെ വസ്ത്രത്തിന് ചെറിയ തൊങ്ങലുകൾ ഇങ്ങനെ നെയ്തിട്ടിരിക്കും. അതിങ്ങനെ കാറ്റത്താടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സ്ത്രീ പറയുന്നത്, കാറ്റത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ചെറിയ തൊങ്ങലെ തൊട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു വിശ്വാസം! ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീ കർത്താവിൻ്റെ പുറകിൽ നിന്ന് വസ്ത്രത്തിൽ തൊട്ടു. ആരാണ് തൊട്ടതെന്ന് ആ വ്യക്തി അത് വെളിപ്പെടുത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരാണ് തൊട്ടത്? യേശു ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. രഹസ്യമായി സൗഖ്യം പ്രാപിച്ചിട്ട് ആരും വിചാരിക്കില്ലേ. സൗഖ്യം പ്രാപിക്കുന്നവർ ഏറ്റു പറയുന്നത് തമ്പുരാൻ ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു നന്ദിയുള്ള ഹൃദയം കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സ്ത്രീ വിറച്ചും കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വീണു. കർത്താവുടെ വിശ്വാസം മാനിച്ച് അവളെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ, 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നോ എന്ന് യേശു ചോദിച്ചതിന്, ഓ കർത്താവേ എന്നവർ പറഞ്ഞു.
അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണ് തുറന്നു. ദൈവത്തിന് സ്തോത്രം. 2 കുരുടന്മാർ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുകയാണ്. കർത്താവിൻ്റെ ശക്തിയിൽ അവർക്ക് അതുല്യമായ വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാലും യേശു കർത്താവ് അവരുടെ വിശ്വാസത്തെ ചോദിച്ചറിയുന്നു. എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ? ദൈവവേദനയിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസം തുറന്ന് സമ്മതിക്കണം. അത് കേൾക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എനിക്കിത് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവേ, നിനക്ക് മാത്രം അത് കഴിയും. ലോകരെല്ലാം വെറുത്താലും, ലോകരെല്ലാം തള്ളിക്കളഞ്ഞാലും, എല്ലാവർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞാലും യേശുവിന് മാത്രം അത് കഴിയും. അതവന് കേൾക്കുവാൻ ഇഷ്ടമാണ്. അങ്ങനെ പറയുന്നത്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കഴിയും, യേശുവിന് കഴിയും എന്ന് നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് അവൻ പരിശോധിക്കും. പലപ്പോഴും നാം പല കാര്യങ്ങളും യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുമെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞ് മറ്റു മാർഗങ്ങൾ കൂടെ നാം തേടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിന് ഇഷ്ടമല്ല. പൂർണ്ണമായി വിശ്വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവപൈതലേ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അവിശ്വാസത്തോടെയാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും, കർത്താവ് പറഞ്ഞു. എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്? ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്തൊരു വസ്തുവല്ലേ ഉണ്ടാകുന്നത്? അതെ, ഇല്ലാത്തൊരു വസ്തുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി ഇല്ല, രോഗസൗഖ്യമില്ല, അത് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും? അതെ, വിശ്വാസമാണ് ഉണ്ടാക്കുന്നത്. വിശ്വാസം മുഖാന്തരമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നതിനുള്ള മൂലതന്തു അത് വിശ്വാസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഇല്ലാത്തതിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉണ്ടാക്കിയ ദൈവം നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കണികകൾ ഹൃദയത്തിൽ കടന്നു വരാതെയില്ലേ? ദൈവവേദിലെ പലപ്പോഴും നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്, നീ പലപ്പോഴും നിരാശയോടെ ആയിരിക്കേണ്ടി വരുന്നത് അവിശ്വാസം നിമിത്തമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകല സർവ്വചരാചരങ്ങളെയും ജ്യോതിർഗോളങ്ങളെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ ചെറിയ ആവശ്യത്തെ, ചെറിയ വിഷയങ്ങൾക്ക് ധാരാളം മതിയായവനാണ്. പക്ഷേ നാം വായിക്കുന്ന അവരുടെ അവിശ്വാസം നിമിത്തം യേശുവിന് അവിടെ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് സംശയിച്ചു? നിങ്ങൾ അവിശ്വസിച്ചതെന്ത്? ദൈവപൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഈ കാറ്റും കോളും തുടർമാനമായി പ്രതിസന്ധികൾ വരുന്നത് എന്താണെന്നറിയാമോ? യേശുവിനെ സൗഖ്യമാക്കുവാൻ, യേശുവിന് കാറ്റും കോളും ശാന്തമാക്കുവാൻ കഴിയും. നിൻ്റെ ജീവിതത്തിൽ ഈ അലതല്ലുന്ന പ്രതിശക്തികളെ, നിൻ്റെ ജീവിതത്തിൽ പടക് മുങ്ങുമാറാക്കുന്ന, നിൻ്റെ വിശ്വാസ ജീവിതം തകർത്ത് കളയുവാൻ തക്കവണ്ണം, നിന്നെ മുക്കിക്കളയുവാൻ തക്കവണ്ണം ഈ വരുന്ന കാറ്റും കോളും, അതിനെ തകർക്കുവാൻ കർത്താവിന് കഴിയും എന്ന് നീ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പടകിലുണ്ടെന്ന്, അവനെ ശാന്തമാക്കുവാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞിട്ടാണ് അക്കരയ്ക്ക് പോകുന്നതെന്ന്, അവൻ കൊണ്ടുപോകുന്ന നല്ല കർത്താവെന്ന് നാം അടിയുറച്ച്
വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കർത്താവിന് സകലതും കഴിയും. അവിടുന്ന് വിശ്വസിക്കണമേ, ആ വിശ്വാസത്തെ ശാസിക്കണമേ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അവിശ്വാസ ബന്ധനങ്ങളെ ഫലിക്കുന്നു. നിൻ്റെ ജനത്തിന് വിടുതലയച്ചാട്ടെ. നാളുകളായി ലഭിക്കാത്ത അനേക വിഷയങ്ങൾക്ക് ഇന്ന് പകൽ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ അവകാശപ്പെടുന്നു. സമ്പൂർണ്ണമായി നിൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. വിടുതലയച്ചതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.